മൂന്ന് പദങ്ങൾ ആ കണ്ണികയിൽ എഴുതിയിട്ടില്ലെങ്കിലും അത് വായിച്ചു വരുമ്പോൾ ഈ മൂന്ന് കാലങ്ങളും ആ കണ്ണികയ്ക്കകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ചിന്തിക്കാം. വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിലെ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളിൽ ഈടുറ്റ ലേഖനങ്ങൾ നമുക്കറിയാം 21 ലേഖനങ്ങളാണ്. ഈ വേദപുസ്തകം ഇതുപോലൊരു പുസ്തകം വേറെ ഇല്ല, ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാക്കത്തുമില്ല. അഥവാ ആരെങ്കിലും ഉണ്ടാക്കാൻ നോക്കിയാൽ ഒക്കുകയില്ല. ഇതിന്റെ ശരിയായ കോപ്പി സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായ വചനം. ഇത് അല്പം ബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന തിരുവചനമാണ്. ഇത് ഉലകിലൊരുക്കി ശുദ്ധി ചെയ്ത ദൈവവചനമാണ്. ഈ വചനത്തിന് ധാരാളം പ്രത്യേകത വചനത്തിൽ തന്നെ ഉണ്ട്. എടുത്തു വായിപ്പിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. ഇത് അതിവേഗത്തിൽ ഓടുന്ന തിരുവചനമാണ്. മാത്രമല്ല, ഈ തിരുവചനത്തെ പറ്റി പഠിക്കുന്നത് ഇത് ഇരുവായ്ത്തരമുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയ തിരുവചനം. ഈ തിരുവചനം നമ്മെ ശുദ്ധീകരിക്കുന്ന വചനമാണ്. 107-ാം സങ്കീർത്തനം നമുക്കറിയാം, അവനവന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. ഈ തിരുവെടുത്ത് നമുക്ക് സൗഖ്യം തരുന്നത്. മാത്രമല്ല, ഈ തിരുവെടുത്തിനെ പറ്റി പിന്നെയും നമ്മൾ പഠിക്കുന്നത് ഇത് അതിവേഗത്തിൽ ഓടുന്ന തിരുവചനമാണ്. ഇത് പാറയെ തകർക്കുന്ന ചുറ്റികയാണ്, കാലിന് ദീപമാണ്, പാതയ്ക്ക് പ്രകാശമാണ്. ഇത് ഇരുട്ടിൽ നമുക്ക് പ്രകാശം പരത്തുന്നതാണ്. ഇരുണ്ട സ്ഥലത്ത് വിളക്ക് എന്ന പോലെയാണ് ഈ ദൈവത്തിന്റെ വചനം. ഇത് വിത്താണ്. ഇങ്ങനെയൊക്കെയാണ് ഈ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള പുതിയ നിയമത്തിലെ ഈ പുസ്തകങ്ങൾ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കും അറിയാം, ഏതാണ്ട് 8 പേര് ചേർന്നാണ് പുതിയ നിയമ പുസ്തകം എഴുതി തീർത്തിരിക്കുന്നത്. അതിൽ 4 പേര് അപ്പോസ്തലന്മാരും 4 പേര് അപ്പോസ്തലന്മാരല്ല. അപ്പോസ്തലന്മാർ 4 പേര് നിങ്ങൾക്കറിയാം. 1 മത്തായി, 2 സഹോദരിമാര് പറ. അപ്പോസ്തലന്മാര് 4 പേര് പുതിയ നിയമം എഴുതിയായി. അമ്മേ പറയാമേ? അമ്മ എന്തിക്കാ? ഇനി ഞാൻ പറഞ്ഞിട്ട് ഇയാൾ പറഞ്ഞെങ്കിൽ ഇല്ലെന്നാ അമ്മ എന്തിച്ചിരിക്കുന്നു. അപ്പോൾ പുതിയ നിയമത്തിലെ ഈ 27 പുസ്തകം 8 പേര് ചേർന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൽ 4 പേര് അപ്പോസ്തലന്മാർ, 4 പേര് അപ്പോസ്തലന്മാരല്ല. അപ്പോസ്തലന്മാര് 4 പേര്. അതാരൊക്കെയാ? മോളെ എവിടെ അടങ്ങി നിൽക്കുക? ഉറക്കെ പറ. VIP അംഗങ്ങൾ പറ. അതെ, ഈ ഇരിപ്പിൽ നമ്മൾ പോവുകയുള്ളൂ. അതുകൊണ്ട് 1 മത്തായി, 2 പത്രോസ്, 3 യോഹന്നാൻ, 4 പൗലോസ്. അങ്ങനെയാണ് 4 അപ്പോസ്തലന്മാർ. 4 പേര് അപ്പോസ്തലന്മാരല്ല. അതിൽ 2 പേര് 2 അപ്പോസ്തലന്മാരുടെ കൂടെ ശുശ്രൂഷ ചെയ്തവരാ. 1 ലൂക്കോസ്, 2 മർക്കോസ്. മർക്കോസ് പത്രോസും ലൂക്കോസും പൗലോസും. പിന്നെ 2 പേര് യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരന്മാരാ. നമുക്കറിയാം, 1 യാക്കോബ്, 2 യൂദ. അപ്പോൾ യാക്കോബ്, യൂദ, ലൂക്കോസ്, മർക്കോസ്. പിന്നെ അപ്പോസ്തലന്മാര് 4 പേര്: മത്തായി, യോഹന്നാൻ, പത്രോസ്, പൗലോസ്. ഇങ്ങനെ 8 പേര് മുഖാന്തരമാണ് ഈ പുതിയ നിയമ പുസ്തകം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ വേദപുസ്തകം 40 പേര് എഴുത്തുകാർ ചേർന്നാണ് ഈ 66 പുസ്തകം ക്രമപ്പെടുത്തി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് അങ്ങനെ പുതിയ നിയമത്തിലെ എഴുത്തുകാരിൽ ഏറെ ലേഖനങ്ങളും എഴുതിയത് ദൈവത്തിന്റെ ദാസനാകുന്ന പൗലോസാണ്. നമുക്കറിയാം, ഏതാണ്ട് 13 ലേഖനങ്ങൾ, 14 എങ്കിലും ഒരു ലേഖനത്തെ പറ്റി ഒരു തർക്കം ഉള്ളത് കൊണ്ട് ഉറപ്പിച്ചൊരു 13 പറയാം. പിന്നെ ഒരു തർക്കം ഉള്ളത് കൊണ്ട് 14, ഞാൻ 14 എന്നാ പറയുന്നു.
ആരെങ്കിലും ഇടയ്ക്കൊരു ഉടക്കുണ്ടാക്കുകയാണ് അതിനെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ പുതിയ നിയമത്തിലെ ഈ പുസ്തകങ്ങളെല്ലാം തന്നെ വളരെ ഈടുറ്റ ഗ്രന്ഥങ്ങളാണ്. അതില് 21 ലേഖനങ്ങളിൽ 14 ലേഖനങ്ങളും പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. അങ്ങനെ പഠിക്കുമ്പോൾ പൗലോസിന്റെ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനം. മോനെ, ഞാൻ ഒത്തിരി അങ്ങ് സ്ട്രെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത് തന്നെ എന്റെ കുഴപ്പമാണോ? ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടും. അപ്പോൾ അതില് ഇടയ്ക്ക് ഒന്നും നല്ല രീതി വന്ന ആ രീതിയിലൊന്നും വെച്ചാൽ എനിക്കിത് പറയാൻ അറിയാമല്ല. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക. ആ പരുവത്തിന് നിൽക്കണേ. ആ കുഴപ്പമില്ല. അപ്പോൾ 3 ലേഖനങ്ങൾ പൗലോസിന്റെ തർജ്ജന ലേഖനങ്ങളാണ്. 1 ഗലാത്യ ലേഖനം, 2 കൊരിന്ത് ലേഖനം, 3 എബ്രായ ലേഖനം. ഈ 3 ലേഖനങ്ങൾ സാധാരണ പഠിപ്പിക്കുന്നത് പൗലോസിന്റെ തർജ്ജന ലേഖനങ്ങളാണ്. എന്തുവായി തർജ്ജന ചെയ്യാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകാൻ ഒരുവൻ വഴിവിട്ട് ക്രമം കെട്ട് വ്യവസ്ഥ തെറ്റി പ്രമാണം തെറ്റി പോയാൽ അവനെ തകർത്ത് കളയല്ല, അവനെ അതോടുകൂടെ നശിപ്പിക്കുകയല്ല, അവനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ശാസിച്ച് ക്രമപ്പെടുത്തി കൊണ്ടുവരണം. അതിന് തർജ്ജനം ചെയ്യണം. അപ്പൊ തർജ്ജനം ചെയ്യണം എന്നുള്ളത് ദൈവത്തിന്റെ തിരികിതമാണ്. പൗലോസ് തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. വചനം പ്രസംഗിക്കാം, സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കാം, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കാം. അടുത്ത പദം തർജ്ജനം ചെയ്യുക. അപ്പോൾ തർജ്ജനം ചെയ്യണം എന്നുള്ളത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണ്. പൗലോസിന്റെ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങളാണ്. ഓർപ്പിച്ചല്ലോ, ഗലാത്യ ലേഖനം, കൊരിന്ത് ലേഖനം, എബ്രായ ലേഖനം. ചില കാര്യങ്ങൾ പറയാം. ഈ 3 ലേഖനം തർജ്ജന ലേഖനമാകാൻ നാടൻ ഭാഷ പറഞ്ഞ 3 പെശകിന് എതിരെയുള്ള ലേഖനമാണ്. 1 ഉപദേശ പെശക്, 2 ജീവിത പെശക്, 3 വിശ്വാസ പെശക്. വേദപുസ്തകം പഠിക്കുന്ന, ധ്യാനിക്കുന്ന, പഠിപ്പിക്കുന്ന നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാകും. 1 ഉപദേശ പെശക്, 2 ജീവിത പെശക്, 3 വിശ്വാസ പെശക്. ഗലാത്യ ലേഖനം ഉപദേശ പെശകിന് എതിരെ എഴുതിയ ലേഖനമാണ്. കൊരിന്ത് ലേഖനം ജീവിത പെശക് കണ്ട് അവരെ കറക്റ്റ് ചെയ്യാൻ എഴുതിയ ലേഖനമാണ് കൊരിന്ത് ലേഖനം. എബ്രായ ലേഖനം വിശ്വാസത്തിൽ പെശക് സംഭവിച്ച എബ്രായ ക്രിസ്ത്യാനികളെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുവാൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. 1-2 കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം. ഗലാത്യ ലേഖനം ഉപദേശ പെശകിന് എതിരെ എഴുതിയ ലേഖനമാണ്. കാരണം ഗലാത്യ സഭയിലെ ഈ ആവശ്യമില്ലാത്ത ഉപദേശങ്ങളും ദുരുപദേശങ്ങളും ഇതിനകത്ത് വന്ന് കയറി. അത് നുഴഞ്ഞ് വന്ന സഹോദരന്മാർ, അങ്ങനെയുള്ള പദമാണ് കൊടുത്തിരിക്കുന്നത്. 2:4 വായിക്കാം. ഗലാത്യ ലേഖനം 2:4 നമുക്ക് അറിവുള്ള വാക്യം, അത് വായിച്ചു. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്താതിരിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റ നോക്കുമ്പോൾ നുഴഞ്ഞു വന്നിരിക്കുന്നു. ഇത് തന്നെ യൂദാൻ പറഞ്ഞിരിക്കുന്നത്. യൂദാ 3:4 കൂടെ ചേർത്ത് വായിച്ചു. അറിവുള്ള വാക്യമെങ്കിലും ഒന്ന് വായിച്ചു. യൂദാ 3:4 പെട്ടെന്ന്. ഫാനിന്റെ കാറ്റ് കൊണ്ട് താള് നിൽക്കുന്നില്ലെന്ന് എനിക്ക് അറിയാമെങ്കിലും വായിച്ചു. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യെങ്കിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെടുത്തുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥന് നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അപക്വതരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അപ്പൊ അവിടെയും കൊടുത്തിരിക്കുന്നത് നുഴഞ്ഞു വന്നിരിക്കുന്നതാണ്. അവൾ ദുരുപദേശക്കാര് സഭയ്ക്കകത്ത് നുഴഞ്ഞു വന്നു. നേരായ മാർഗത്തിൽ കൂടെ വരികയല്ല. നിങ്ങൾ ശ്രദ്ധിച്ച്, ദുരുപദേശക്കാര് സഭയിലാണെങ്കിലും യോഗത്തിനാണെങ്കിലും എവിടെ വന്നാലും നേരെ വരികയല്ല. ഒന്നെങ്കിൽ ഇരുട്ടത്തിരിക്കില്ല, പമ്മിയിരിക്കും. സഭയിലാണെ വന്ന് പുറങ്ങിയിരിക്കും, കൈ വടിക്കല്, പാടുകയില്ല, പ്രാർത്ഥിക്കല്, ഇങ്ങനെ പമ്മി കുറുക്കനിരിക്കുമ്പോൾ ഇരിക്കും. നുഴഞ്ഞാ വരുന്നത്. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നവരാരും നുഴഞ്ഞു വന്നവരല്ല. നിങ്ങളും ഞങ്ങളും എല്ലാം നേരെ വന്നതാണ്. നമ്മുടെ വരവിന്റെ ഉദ്ദേശം നല്ല ഉദ്ദേശമാണ്. നിങ്ങളിവിടെ വന്നത് ബഹുമാനപ്പെട്ട അച്ചായൻ ഓർപ്പിച്ചതുപോലെ ഒത്തയാന്നേലും എന്നിൽ നിന്ന് എന്തേലും ഒന്ന് കേൾക്കാൻ ഓർത്താ വന്നത്.
ഞാൻ വന്നത് ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ എല്ലാവർക്കും ഒന്നും ബോധിക്കത്തില്ലെങ്കിലും എന്നാലാകും വിധം ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യണം. ആ ഉദ്ദേശത്തോടാണ് ഞാൻ വന്നത്. അപ്പൊ എന്റെ നിങ്ങളുടെ എല്ലാം വരവ് നല്ല ഉദ്ദേശത്തോടാണ്. എന്നാൽ ദുരുപദേശക്കാർ ഇങ്ങനല്ല വരുന്നത്. അവര് നുഴഞ്ഞു വരിക, ഉദ്ദേശം വേറെയാണ്. അവിടെ ഞാൻ അധികം വിവരിക്കുന്നില്ല. ഇങ്ങനെ ദുരുപദേശക്കാർ വരുമ്പോൾ സഭയ്ക്കകത്ത് പലവിധമായ ഉപദേശങ്ങളുമായിട്ട് വരും. ആ ഭാഗത്തേക്കൊന്നും ഞാൻ ഏകദിന കൺവെൻഷൻ, മിറ്റത്ത് കൺവെൻഷൻ, അത് PIPയുടെ വിശേഷിച്ച് ഈ സ്ഥലസഭയുടെ അങ്കണത്തില് പലരും കടന്നു വന്നിരിക്കുന്നത് കൊണ്ട് ആ ഭാഗമൊന്നും വിവരിക്കുന്നില്ല. സഭയ്ക്ക് അകത്തായിരുന്നെങ്കിൽ വേറെ ചില കാര്യങ്ങളോട് പരാമർശിച്ചായിരുന്നു. ദൈവത്തിന് മഹത്വം. ഇങ്ങനെ ദുരുപദേശക്കാർ സഭയ്ക്കകത്ത് വരുമ്പോൾ നമ്മുടെ നിലപാട് എന്തായിരിക്കണം? ഒറ്റ വാക്യമായിട്ട് അങ്ങ് വിട്ടേക്കാം. ഗലാത്യലേഖനം 2:4 ഒന്നുകൂടെ വായിച്ച്. ഇങ്ങനെയുള്ള ദുരുപദേശക്കാർ സഭയ്ക്കകത്ത് വരുമ്പോൾ നമ്മുടെ നിലപാട് എങ്ങനെ ആയിരിക്കണം? അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുവേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. അടുത്തതാണ് സുവിശേഷത്തിന്റെ സത്യം. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോട് കൂടെ നിലനിൽക്കണം. എന്നെ കേൾക്കുന്നവരോട് ഒരു കാര്യം, അവിടെ നിന്ന് 2 കാര്യം പറഞ്ഞേച്ചു പോകാം. അവൻ സുവിശേഷത്തിന്റെ സത്യം. ഞാൻ നിങ്ങളെ പറയുക, സത്യമായിട്ട് ഒന്നേ ഉള്ളൂ, അത് സുവിശേഷമാണ്. എന്തുവാ സുവിശേഷം? അവൻ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. അതാ സുവിശേഷം. സുവിശേഷത്തെ കൊണ്ട് മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ. സ്തോത്രം. ഈ ക്രൈസ്തവരെന്ന് പറയുന്നവർക്കും എല്ലാവർക്കും സുവിശേഷം ഒന്നും ഇഷ്ടമല്ല. ഇന്ന് ഞങ്ങളുടെ ഒരു വേണ്ടപ്പെട്ടയാള് മരിച്ചപ്പോൾ അവര് സമുദായത്തില്ല. അപ്പോൾ ദൈവദാസന്മാരാകുന്ന ഞങ്ങൾക്ക് അല്പസമയം കൊടുക്കണമെന്ന് വീട്ടുകാര് അവര് നിൽക്കുന്ന സഭയിലെ ചുമതലപ്പെട്ടവരോട് പറഞ്ഞപ്പോൾ അതിന്റെ ചുമതലപ്പെട്ടവര് പറഞ്ഞു, സുവിശേഷം ഒന്നും ഇവിടെ പറഞ്ഞേക്കരുതെന്ന്. എന്നെ ചെയ്യാന് നല്ല ബുദ്ധി ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. ഈ പറഞ്ഞ പുള്ളിയുടെ വല്യപ്പൻ ഈ നന്നായി വന്നത് ഈ സുവിശേഷം വന്നത് കൊണ്ടാണ്. അതെ, നിങ്ങളും മിണ്ടുകല്ല, നിങ്ങളും പുള്ളിയുടെ ഏട്ടനാ. അത് തന്നെ. എടാ, സുവിശേഷം വന്നത് കൊണ്ടാണ് നിന്റെ സ്ഥിതിക്ക് മാറ്റം വന്നത്. ഞാൻ എന്റെ ഭാഷയിൽ പറയും, നേരും ചൊവ്വനും തുണി കൊടുക്കാൻ പഠിപ്പിച്ചത് സുവിശേഷം വന്നതുകൊണ്ടാണ്. 2 അക്ഷരം കൂട്ടി വായിക്കാനിട ഈ വഴി കൂടെ മാന്യമായിട്ട് യോഗ്യമായിട്ട് നടക്കാനിടയായ സുവിശേഷം വന്നതുകൊണ്ടാണ്. എന്റെ ഭാഷ പറയുക, ആൾക്കാരോട് മാന്യമായിട്ട് ഇടപെടാൻ പഠിച്ചത് സുവിശേഷം വന്നത് കൊണ്ടാണ്. ദൈവത്തിന് മഹത്വം. സുവിശേഷമാണ് അവൻ നമ്മെ രക്ഷപ്പെടുത്തുന്നത്. സുവിശേഷം ഒരു വിഭാഗക്കാരുടെ കുത്തകയല്ല, സകല മനുഷ്യർക്കും ആവശ്യമാ സുവിശേഷം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. അതാണ് സുവിശേഷം. ദൈവത്തിന് മഹത്വം. ചത്ത് അടിഞ്ഞ് മണ്ണോട് ചേർന്ന മാർഗമല്ല, ഇന്നും ഉയർത്ത് ജീവിക്കുന്ന മാർഗമാണ്. ദൈവത്തിന് മഹത്വം. സുവിശേഷം ഏത് വീട്ടിൽ വന്നിട്ടുണ്ടോ ആ വീടിന്റെ മുഖച്ചായ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. സുവിശേഷം ഏത് വ്യക്തി ഏറ്റെടുത്തോ ആ വ്യക്തിയുടെ ജീവിതത്തിനും സ്വഭാവത്തിനും വ്യത്യാസം വന്നിട്ടുണ്ട്. സുവിശേഷം ഏത് ദേശത്ത് ഉയർത്തപ്പെടുമോ ദേശത്തിന്റെ മുഖച്ചായ മാറിയിട്ടുണ്ട്. സുവിശേഷം ഏത് രാജ്യത്തെത്തിയിട്ടുണ്ടോ ആ രാജ്യത്തിന്റെ മട്ടും ഭാവവും മാറിയിട്ടുണ്ട്. സുവിശേഷം കൊണ്ട് മാത്രമേ ഇതിന് സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് സുവിശേഷത്തിന്റെ സാക്ഷികളും വക്താക്കളുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാ, ആരോടും പറയുവാൻ, എവിടെ വെച്ചും പറയുവാൻ, ഏത് സമയത്തും പറയാൻ കൊള്ളാവുന്ന ഒന്നേ ഉള്ളൂ, അത് സുവിശേഷമാണ്. ഒത്തിരി ഒന്നും വിസ്തരിച്ചില്ലേലും ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, യേശു നിന്നെ രക്ഷിക്കും. യേശു ക്രിസ്തുവിനെ കൂടെ നിനക്ക് രക്ഷയുണ്ട്. യേശു നിന്നെ വിടിവിക്കും. ഇത് പറയുന്നതിന് ഹൈസ്കൂളിൽ പോയാൽ പറയുകയില്ല. ഹൈസ്കൂളിൽ പോകുന്ന എല്ലാവരുടെയും കാര്യമല്ല. ചില നമ്മളിത് പറഞ്ഞാൽ തെറ്റുമോ തെറ്റുകയില്ലയോ, അതിനകത്ത് തിയോളജിയുടെ വശം നോക്കിയിരുന്നു ആരോടും പറയുകയില്ല. എന്നാൽ പഴയ ചില അപ്പച്ചന്മാരെ അമ്മച്ചമാരെ കണ്ട ആരോടും സുവിശേഷം, അവർ തിയോളജി ഒന്നും പഠിച്ചതല്ല, പക്ഷെ ഒന്നറിയാം, യേശു രക്ഷിക്കും. ഇന്ന് രാത്രിയിലും അതാരോടും പറയണം, യേശു നിന്നെ രക്ഷിക്കും. മറ്റൊരുത്തലും രക്ഷയില്ല, യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ് രക്ഷ. അത് പറയുന്നതിന് ആരെയും പേടിക്കുകയും വേണ്ട, ശക്തമായിട്ടത് പറഞ്ഞോണം. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷത്തിന്റെ സത്യം ഒന്നുകൂടെ വായിച്ചാൽ മനപ്പാസ്. സുവിശേഷത്തിന്റെ സത്യം
അതോ ആ നുഴഞ്ഞു വന്ന അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു അവർ നമ്മെ അടിമപ്പെടുത്താതിരിക്കേണ്ട ക്രിസ്തുവേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റ നോക്കാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. അടുത്ത വാക്യം. സുവിശേഷത്തിന്റെ സത്യം സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങി കൊടുത്തില്ല. ഇങ്ങനെയുള്ള ദുരുപദേശക്കാരും ഭാഷക്കാരും വിപരീത ഉപദേശക്കാരൊക്കെ വരുമ്പോൾ അവരുമായിട്ട് ചേർന്ന് തുള്ളുകല്ല, ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തിട്ടില്ല. ഞാൻ ആ ഭാഗമൊന്നും ഇപ്പം വീതിക്കുന്നതിൽ ഇവിടെ ആയതുകൊണ്ട് കർത്താവിന് മഹത്വം. അപ്പോൾ ദുരുപദേശത്തിനെതിരെയാണ്, ഉപദേശ പിശകിനെതിരെയാണ് ഗലാത്യ ലേഖനം പൗലോസ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വായിപ്പിക്കുന്നത് 1-ാം അധ്യായത്തിൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായിട്ട് ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ വന്നു പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാ, നിങ്ങൾ അതിന് വഴിപ്പെട്ടു പോകരുത്. 2-ാം അധ്യായത്തിൽ പറഞ്ഞു നിങ്ങൾ നന്നായിട്ടൊക്കെ ഓടി, ഇപ്പൊ നിങ്ങൾക്ക് ഓടാൻ മേല. 3-ാം അധ്യായത്തിൽ പറയുക ക്രിസ്തുവേശുവിനെ ഇത്ര തിട്ടമായി വ്യക്തമായി ആമെ കാണിച്ചിരിക്കുക, വരച്ചു കാട്ടിക്ക് നിങ്ങളെ ആരാ ക്ഷുദ്രം ചെയ്ത് മയക്കുന്നത്. 4-ാം അധ്യായത്തിൽ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയോ എന്ന് ഭയപ്പെടുന്നു. ദൈവത്തിന് മഹത്വം. ഇങ്ങനെ ഓരോ അധ്യായത്തിലും കർക്കശമായിട്ട് ഇവരെ തർജ്ജനം ചെയ്ത് ഇവര് ശരിയായ ഉപദേശം പഠിപ്പിക്കും. അതാ ഗലാത്യ ലേഖനം. കൊരിന്ത്യർ ലേഖനം ജീവിത പിശകിനെതിരെ എഴുതിയ ലേഖനമാണ്. നിങ്ങൾക്കറിയാം കൊരിന്ത്യർ ലേഖനം 1-ാം ലേഖനം 16 അധ്യായമുണ്ട്. ഞാൻ എപ്പോഴും പറയും ഓരോ അധ്യായത്തിലും ഓരോ വിഷയമാണ്. 1-ാം അധ്യായത്തിൽ പക്ഷം പിടിക്കുന്നു, 2-ാം അധ്യായത്തിൽ ഉപദേശം കൈക്കൊള്ളുന്നില്ല, 3-ാം അധ്യായത്തിൽ ഈർച്ചയും പകയും പിണക്കും, 4-ാം അധ്യായത്തിൽ അറിവ് ചീർപ്പിക്കുന്നു, 5-ാം അധ്യായത്തിൽ ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത നടപടിക്രമങ്ങൾ, 6-ാം അധ്യായത്തിൽ കേസും കോടതിയും മടക്കും, 7-ാം അധ്യായത്തിൽ കുടുംബ പ്രശ്നം, 8-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പണം ഭക്ഷിക്കാമോ തർക്കം നടക്കുക, 9-ാം അധ്യായത്തിൽ ഇതെല്ലാം പറഞ്ഞ പൗലോസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, 10-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പണം ഭക്ഷിച്ച് പട്ടുപോയി, 11-ാം അധ്യായത്തിൽ പ്രധാനമായി തിരുമേശയുടെ ഉപദേശം, 12-ാം അധ്യായം കൃപാവരം നിന്നിട്ടില്ല, 13-ാം അധ്യായം അതിശ്രേഷ്ഠവരം സ്നേഹം, 14-ാം അധ്യായത്തിൽ ഈ കൃപാവരങ്ങൾ വിനിയോഗിക്കേണ്ട വിധങ്ങളാ, 15-ാം അധ്യായം ആമൻ വിശുദ്ധന്മാരുടെ ആമൻ മരണവും അടക്കവും ഉയർപ്പും, 16-ാം അധ്യായം വന്ദനം ചൊല്ലിയിട്ട് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ചരതിച്ചു വെച്ചത് കൊണ്ടുവരണം. ഇതാ ഓരോ അധ്യായത്തിലും ഓടിച്ചു പഠിക്കുമ്പോൾ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ കൊരിന്ത്യയിലെ വിശ്വാസികൾ നമ്പർ 1 വിശ്വാസികളാ. ഇവരെ പോലെ മിടുക്കലായ വിശ്വാസികൾ വേറെ ഇല്ല. വായിച്ച 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, എല്ലാം പറയുന്നില്ല, ഓടിച്ചങ്ങ് പോവുക. നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് സ്തോത്രം ചെയ്യുന്നു. അടുത്ത വാക്യം, ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്ന പോലെ അവര് നിങ്ങൾ വിജയിക്കാൻ സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത. അപ്പൊ നമ്പർ 1 സഭയാ കൊരിന്ത്യ സഭ. ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാനരായി നിങ്ങളോട് പറയുക, ഇവിടെ വന്നിരിക്കുന്ന സകല ആൾക്കാർക്കും ദൈവകൃപയുള്ളവരാ. ദൈവകൃപയില്ലാത്ത ആരും ഇവിടെ വന്നിട്ടില്ല. അല്ല, ദൈവകൃപയില്ലാത്ത ആർക്കും ഈ കോമ്പൗണ്ടിൽ കയറാനൊക്കത്തില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവകൃപയില്ലാത്ത ആർക്കും ഇത് ദൂരത്ത് നിന്ന് കേൾക്കാനും ഒക്കത്തില്ല. നീ അവൻ അകന്നോ മറഞ്ഞോ ദൂരെയാ നിൽക്കുന്നെങ്കിലും സ്നേഹിത, നിനക്ക് ദൈവകൃപയുണ്ട്. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന അമ്മയ്ക്കും ദൈവകൃപയുണ്ട്. ഉണ്ടെന്ന് അതൊക്കെ പിന്നെയും സംശയമാണ്. കൃപയുണ്ടെന്ന്, കൃപയുള്ളത് കൊണ്ടല്ലേ ഇതിനകത്ത് വന്നേ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവകൃപയുണ്ട്, ഓരോരുത്തർക്കും കൃപയുണ്ട്. അത് ഉള്ളത് കൊണ്ടാണ് ഈ കോമ്പൗണ്ട് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകരുത്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഒന്നല്ലെങ്കിൽ മറ്റൊരു കൃപ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. ഈ വെള്ളമെടുത്ത് തരുന്ന ഒരു കൃപയാ, വാക്യം വായിക്കുന്ന ഒരു ദൈവകൃപയാ, പാട്ട് പാടുന്ന ഒരു ദൈവകൃപയാ, സഭയെ തമ്പാർ അടിക്കുന്നെങ്കിൽ അതൊരു ദൈവകൃപയാ, കസേരയൊക്കെ ഇടുകയും മടക്കി വെക്കുക അതൊരു ദൈവകൃപയാ. യോഗം കഴിഞ്ഞ് പോകുന്നത് കൃപയാ, പക്ഷെ കസേര മടക്കി വെച്ചുകൂടെ പോകുന്നത് അതും ഒരു കൃപയാ. മടക്കണ്ട, എടുത്ത് വെച്ചാൽ മതി, വീട്ടിൽ കൊണ്ടുപോകരുതെന്നേ ഉള്ളൂ. കൊണ്ടൊരാളോട് സ്വോത്രാഴ്ച എടുക്കാൻ പറഞ്ഞ പുള്ളി അത് എടുത്തോണ്ട് അങ്ങ് പോയി, എടുക്കാനല്ലേ പറഞ്ഞേ. അപ്പൊ ഒരു കാര്യം പറയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവകൃപയുണ്ട്. ദൈവകൃപയില്ലാത്ത ആരും ഇവിടെ വന്നിട്ടില്ല. അതായത് വിവരിക്കുന്നില്ല. ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോൾ സ്തോത്രം ചെയ്യും. അടുത്തത്, ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ, ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത്. ഇവരെ സാക്ഷ്യമുള്ളവരാ, സാക്ഷി പറയുന്നവരാ, സാക്ഷി പറയാൻ കൊടുത്താൽ നന്നായിട്ട് പറയും. അത് നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ, നന്നായിട്ട് പറയും. ചിലര് അതിശയോക്തിയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. വേറെ പുസ്തകത്തിൽ ഒരു ഭാഷ പറഞ്ഞാൽ വമ്പ് പറയുന്നവരുണ്ട്. ചിലപ്പോൾ ഒരു ചെറിയ പനി വന്നതാ, എന്നാലും സാക്ഷി പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ചത്തുപോകുമെന്ന്
ഉമ്മായിരുന്നു പാമ്പ് പറയാ. ഞാൻ പൊങ്ങുമെന്ന് വിചാരിച്ചതേ പാമ്പ് പറയുക. ഞാൻ ഒത്തിരി കാര്യങ്ങൾ അത് നിന്ന് പറയാനുണ്ടെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല. പാമ്പ് പറയരുത്, സത്യമേ പറയാവൂ, ഉള്ളത് പറയാവൂ. ദൈവത്തിന് മഹത്വം. അത് ആ ഭാഗം വിടുക. അപ്പോൾ ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായി. ഇവര് സാക്ഷ്യമുള്ളവരാ, സാക്ഷ്യം പറയും, നന്നായിട്ട് സാക്ഷ്യം പറയും, സാക്ഷ്യം പ്രസ്താവിക്കാൻ മിടുക്കരുമാ. ആ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ, അവന് നിങ്ങൾ സകലത്തിലും വിശേഷാൽ, ഇവരെല്ലാത്തിലും മുൻപറിയില്ല, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനം. ഇവര് ഭയങ്കര വചനതിട്ടമുള്ളവരാ, പരിജ്ഞാനമുള്ളവരാ. കൊരിന്ത് വിശ്വാസികൾ വചനത്തിലൊക്കെ നല്ല തിട്ടമാണ്. അതുകൊണ്ട് വേദപുസ്തകം പോലും കൊണ്ടുവരികയില്ല. കാരണം വചനത്തിൽ നല്ല തിട്ടമുണ്ട്. ഇനി കൊണ്ടുവന്ന ആട്ട് തുറക്കുകയില്ല. എനിക്ക് അങ്ങനെയുള്ളവരെ ഇഷ്ടമാണ്. തിട്ടമുണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം ഇത് കൊണ്ടുവരികയല്ല, കൊണ്ടുവന്ന ആട്ട് തുറക്കുകയില്ല. കുറ്റമല്ല പറഞ്ഞ നല്ല തിട്ടമാണ്. അപ്പോൾ മാത്രമല്ല പരിജ്ഞാനം, നല്ല പരിജ്ഞാനം. അങ്ങനല്ലേ എഴുതിയേക്കുന്നത് മണിപ്പാസ്റ്റേ? അവര് നിങ്ങൾ വിശേഷാൽ സകല വചനത്തിലും, വചനത്തിലൊക്കെ ഉപദേശമാര് കുറുവാക്യം വായിക്കും മാറുക. ഇന്ന് ഏതൊക്കെ മേഖലയിൽ കൂടെ പോകുമെന്ന്. പണ്ട് കുറച്ചുകാല് ചെന്നപ്പം എന്നോട് നേരത്തെ ഒരാൾ പറഞ്ഞു, അച്ഛാ അവിടെ നന്നായിട്ട് വചനത്തിട്ടുള്ള അമ്മാമ്മമാരുണ്ട്, അമ്മച്ചിമാരും ഒക്കെ ഉണ്ട്. നമ്മളൊരു വാക്യം വായിക്കുമ്പോഴേ അവർ അടുത്ത വാക്യം എടുത്ത് വെക്കും, നമ്മൾ എന്നെ പ്രസംഗിക്കുന്നെന്ന്. അപ്പൊ ഇത് പറഞ്ഞാ എന്നെ വിട്ടത്. ഞാനും അപ്പൊ പേടിച്ചാ അവിടെ ചെന്നപ്പോ സൂക്ഷം അതുപോലെ മുന്നരെ കമ്പിയെ മുണ്ടിയിരിക്കും പോലെ രംഗട്ടെണ്ണം. അപ്പൊ ഞാന് ഇങ്ങനെ നോക്കി ഒരു കുറുവാക്യം വായിച്ചപ്പോഴേ ഈ വിരലുകളെല്ലാം കൂടെ വേദപുസ്തകത്തിനിടെ കയറുന്ന കണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലായി ഞാൻ ഇന്ന് നല്ല തിട്ടമാണ്. പിന്നെ ഞാന് വാക്യം വായിച്ചെങ്കിലും വേറൊരു റൂട്ട് കൂടെ പോയി. അല്ല പിന്നെ വിരൽ അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു. അല്ല, എനിക്കവരെ ബഹുമാനമാണ്. വചനത്തിൽ തിട്ടമുണ്ട്. സ്തോത്രം. അങ്ങനെയുള്ളവർ സഭയ്ക്കകത്തുള്ളത് നല്ലതാണ്. വചനത്തിൽ നല്ല തിട്ടമുള്ളവർ സഭയ്ക്കകത്തുണ്ടെങ്കിൽ ഞാൻ എന്റെ കാര്യം പറയാം. ഞങ്ങൾ ഉപദേശമാരും വിഡിത്തം ഒന്നും വിളിച്ച് പറയുകയില്ല. കുറച്ചൊക്കെ സൂക്ഷിച്ച്, പിന്നെ അത് നല്ലതല്ലേ. വചനത്തിൽ തിട്ടം വേണം. അല്ലെ പിന്നെ പണ്ട് പ്രസംഗിച്ചതുപോലെ ഉപദേശി വായിച്ചു അഗരോന്റെ തളർത്ത വടികെന്ന വായിച്ചു കൊടുത്തു അഗരോന്റെ തളർത്ത തടി. പുള്ളിക്കും വലിയ തിട്ടമില്ല. പുള്ളി ഉടനെ തടിയെ പറ്റി പ്രസംഗിച്ചു. പുള്ളി നോക്കുന്നില്ലല്ലോ. അതെ, തടി, അഗരോന്റെ തളർത്ത തടി. തടിക്ക് കാതലുണ്ട്, വെള്ളമുണ്ട്, ആ തടി പല കാര്യത്തിലുണ്ട്. ഇതെല്ലാം നല്ല ഗംഭീരം പ്രസംഗം. അത് ചാതുര്യമാണ്. പ്രസംഗം കഴിഞ്ഞപ്പം വേറൊരു അപ്പച്ചൻ വന്ന് ചോദിച്ചു, പാസ്റ്റേ തടിയും നല്ലല്ലോ, അഗരോന്റെ വടിയും നല്ല എഴുതിയ പുള്ളിക്ക് വെട്ടിനാട്ട. പിന്നെ ഉപദേശമാരും എടുക്കന്മാരാ. പിന്നെ പുള്ളി അപ്പച്ച തടിയിൽ നിന്നല്ലോ വടി ഉണ്ടാകുന്നത്, അല്ല വടിയിൽ നിന്ന് തടിയല്ലല്ലോ. രക്ഷപ്പെടുക. അപ്പൊ ഒരു കാര്യം പറയാ, വചനത്തിൽ തിട്ടമുള്ളവർ വേണം. അപ്പൊ ഈ കൊരിന്ത് വിശ്വാസികള് അവൻ വചനത്തിൽ നല്ല തിട്ടമുള്ളവരാ. അവന് നിങ്ങൾ വിശേഷാൽ സകല വചനത്തിലും, പിന്നെ സകല പരിജ്ഞാനത്തിലും, നല്ല പരിജ്ഞാനമുള്ള വിശ്വാസികളാ കൊരിന്ത് വിശ്വാസികള്. അതുകൊണ്ട് യോഗത്തിന് വന്നാൽ കൈയടിക്കോ, പാടുകയോ, പ്രാർത്ഥിക്കോ, ദൈവത്തെ സ്തുതിക്കോ എന്ന് ഇങ്ങനെ പരിജ്ഞാനത്തോടെ ഇരുന്നോളും. നമ്മൾ കണ്ടിട്ടില്ലേ, ചിലർ അനങ്ങത്തില്ലല്ലോ. നമ്മളേക്ക് പരിജ്ഞാനമുള്ള ആളാണ്. അവിടെ ബേബി കിടന്ന അരയ്ക്കും ബേബിക്ക് പരിജ്ഞാനമൊന്നുമില്ലല്ലോ. അങ്ങനെയുള്ള ചില ചിന്തകളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവര് വചനത്തിൽ നല്ല തിട്ടം, നല്ല പരിജ്ഞാനമുള്ളവർ. അടുത്ത വാക്യം, പിന്നെ പരിജ്ഞാനത്തിൽ സമ്പന്നനായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത നമ്പർ 1 വിശ്വാസികളാ കൊരിന്ത് വിശ്വാസികൾ. ഒന്നാമത്തെ ആയത്തിൽ വളരെ ശ്ലാഘനീയമായ നിലയിൽ അഭിനന്ദിച്ചല്ലേ അപ്രീഷിയേറ്റ് ചെയ്ത് ഇവരെ പൗലോസ് ഉയർത്തുകയാണ്. എന്നാൽ രണ്ടാമത്തെ ആയത്തിൽ ഒരു വാക്യമുണ്ട്, ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴം അറിയുമെന്ന്. 2:9 വായിച്ചേ, 2:9-10 പെട്ടെന്ന്. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. 9-10 ആത്മാവ് സകലത്തെയും 9 മുതൽ വായിച്ചു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടില്ല, മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴമറിയും. ഇന്ന് രാത്രി നിങ്ങൾക്കാർക്കും എന്നെ അറിയത്തില്ല, എനിക്ക് നിങ്ങളെ എല്ലാവരും അറിയത്തില്ല, പക്ഷെ എന്നെയും നിങ്ങളെയും അറിയുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയോടെ വ്യാപരിക്കുന്നുണ്ട്. മനോവേദനയോടെ വന്നവർ ഇതിനകത്ത് കാണും, കടഭാരത്താൽ വലയുന്നവർ ഇതിനകത്ത് കാണും, രോഗപീഠകൾ വലയുന്നവർ ഇതിനകത്ത് കാണും, കുടുംബത്തിൽ പ്രശ്നമുള്ളവർ ഇതിനകത്ത് കാണും, ആത്മഹത്യക്കായി ഒരുങ്ങിയിരിക്കുന്നവർ ചിന്തിക്കുന്നവർ ചിലപ്പോൾ ഇതിനകത്ത് കാണും, കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതെ നാട് വിട്ട് വീട് വിട്ട് പോകാമെന്ന് ചിന്തിച്ച് അവശരായിട്ടിരിക്കുന്നവർ ഇതിനകത്ത് കാണും, ആരോടും പറയാത്ത തിങ്ങി നിൽക്കുന്ന വേദനയുമായി
ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവര് ഈ ഗ്രൗണ്ടിൽ വന്ന് കാണും, പക്ഷേ നിന്നെ നല്ലതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിന്റെ ഹൃദയത്തിലെ ചിന്തകളും ഇച്ഛകളും നിലവുകളും അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി യേശു നിന്നെ സ്നേഹിക്കുന്നു. വിടുവിക്കുവാനും രക്ഷിക്കുവാനും കഴിവുള്ളവനാ ദൈവം. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരാകുന്നു. മനുഷ്യനുള്ളത് അവനിലല്ല, അതാ വിവരിക്കുന്നില്ല. ആത്മാവ് സകലത്തെയും അറിയും കേട്ടോ. അപ്പൊ ഒന്നാം അധ്യായത്തിൽ ശ്ലാഘനീയമായ നിലയിൽ ഇവരെ അഭിനന്ദിച്ചു പറഞ്ഞു. പക്ഷെ രണ്ടാം അധ്യായത്തിൽ ആത്മാവ് ആഴമല്ല അറിഞ്ഞു. ആഴ പറഞ്ഞ ആത്മാവ് മൂന്നാം അധ്യായത്തിൽ ഇവരോട് പറഞ്ഞത് 3:1 വായിച്ചേ. 3:1. എന്നാൽ സഹോദരന്മാരെ നിങ്ങൾക്ക് എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മികന്മാരുടെന്നത് പോലെ ദൈവീകന്മാരുടെന്നത് പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരുടെ അത്രയെ സംസാരിപ്പാൻ കഴിയുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്നാം അധ്യായത്തിൽ ഇവരെ ശ്ലാഘനീയമായ നിലയിൽ സംസാരിച്ചു. രണ്ടാം അധ്യായത്തിൽ ആഴമല്ല ആത്മാവ് പറഞ്ഞു. അറിഞ്ഞ ആത്മാവ് 3:1 പറയുക, ഒരു കൃപാവരത്തിനും കുറവില്ല, നിങ്ങൾ മിടുക്കരാ, പക്ഷെ നിങ്ങളോട് ആത്മീയരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ ഒക്കുന്നില്ല. പൊതുവിൽ ഇത് പറയേണ്ടതല്ലെങ്കിലും സന്ദർഭം വന്നുകൊണ്ട് പറയാം. ഞാനിപ്പോ പൊതുവെ പറയും, പാസ്റ്റർ അതൊന്നും ഇപ്പൊ പൊതുവെ പറയേണ്ട കാര്യമല്ലായിരുന്നു, എന്തിനാ അതൊക്കെ പറഞ്ഞെന്ന് ചിലർക്കൊരു ചിന്ത വരും. എന്നാലും പറയാതിരിക്കാനൊക്കത്തില്ല. ചിലർ പ്രാർത്ഥിക്കുക, ആരാധിക്കുക, മറുഭാഷ പറയുക, വെളിപ്പാടും ദർശനവും ഒക്കെ കാണുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അവരെ പറ്റി ചെല്ലു പറയും, പുള്ളിക്കാരി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ സംസാരിക്കുന്ന വളരെ അത് തന്നെ ഇവിടെ പറഞ്ഞു. അച്ചായൻ സഭയുടെ നെടുന്തൂണ, മിടുക്കനാ, ഭയങ്കര പ്രാർത്ഥനയാ, പക്ഷെ പുള്ളിയോട് സംസാരിക്കുന്ന വളരെ സൂക്ഷിച്ചു വേണം. അത് തന്നെ ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇവിടെയോടെ ആത്മീയരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം 3:3 നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഞാൻ വിവരിക്കുന്നില്ല ഒന്നും. ഒന്നാം അധ്യായത്തിൽ കൃപാവരമല്ല ഉണ്ട്, പക്ഷെ രണ്ടാം അധ്യായത്തിൽ ആത്മാവ് ആഴമല്ല അറിഞ്ഞു. അതിലേക്ക് പറഞ്ഞു, നിങ്ങളോട് ആത്മീയരോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കുന്നു. നാലാം അധ്യായത്തിൽ വരുമ്പോൾ അറിവ് ചീർപ്പിക്കുന്നു. ഏതാണ്ടൊക്കെ അറിയാന്നുള്ള ചിന്ത അത് നമുക്കൊക്കെ പലർക്കും ഉണ്ട്. അങ്ങനെ എന്നെ പോലെ അറിവുള്ള ആളിപ്പോ ഇല്ല, എനിക്കാണ് ഉള്ളതിനിപ്പം നല്ല അറിവ്, ഞാനാണ് മിടുക്കൻ, ഇതൊക്കെ നമുക്ക് അങ്ങനെ ചിന്തകൾ ഉണ്ടാകും. എന്നാൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കും അറിയാം, ഈ വേദപുസ്തകം പഠിക്കുന്തോറും ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു, ഒന്നും അറിയത്തില്ലെന്നുള്ളത്. ഇത് കേൾക്കും തോറും പഠിക്കും തോറും വേറൊരു കാര്യവും കൂടെ എൻ്റെ ജീവിതത്തിലുണ്ട്, കർത്താവിനോട് സ്നേഹം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും യോഗ്യരല്ലാതിരുന്ന, യാതൊരു അർഹതയില്ലാതിരുന്ന എനിക്ക് നിങ്ങൾക്കും ഇത് കേൾക്കുവാനും പഠിക്കുവാനും അറിയുവാനും അവൻ ഇത് വരുവാനും ഒക്കെ ദൈവം ഭാഗ്യം തന്നല്ലോ. അതോർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റണം. അപ്പൊ ഈ കൊരിന്ത് ലേഖനം ഇത് തർജ്ജമ ലേഖനമാകാൻ കാരണം ജീവിത പ്രശ്നത്തിനെതിരെയുള്ള ലേഖനമാണ്. ഞാനതൊന്നും വിവരിക്കുന്നില്ല. ഗലാത്യ ലേഖനം ഉപദേശ പ്രശ്നം, കൊരിന്ത് ലേഖനം ജീവിത പ്രശ്നം. നമ്മൾ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 32 മുതലാണ് വായിച്ചത്. ഓർപ്പിച്ചല്ലോ, എബ്രായ ലേഖനം അവൻ ഈ വിശ്വാസത്തിൽ പ്രശ്നം സംഭവിച്ച എബ്രായ ക്രിസ്ത്യാനികളെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്താൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. നിങ്ങൾക്കറിയാം, എബ്രായ ക്രിസ്ത്യാനികളെ പറ്റി പഠിക്കുമ്പോൾ ഇവര് എബ്രായ വിശ്വാസം യഹൂദ മതം വിട്ട് ഈ മാർഗത്തിൽ വന്നതാണ്. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചു, ഈ ലേഖനം പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. ഇത് പൗലോസ് അല്ല എഴുതിയതെന്ന് വാദിക്കുന്ന, ശഠിക്കുന്ന, അത് സ്ഥാപിക്കാൻ തുനിയുന്ന ധാരാളം ആൾക്കാരുണ്ട്. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എന്നാൽ എബ്രായ ലേഖനം നന്നായി പഠിക്കുന്ന, ധ്യാനിക്കുന്ന ഒരു വേദപണ്ഡിതാവിന് മനസ്സിലാകും ഇത് പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. കാരണം ന്യായപ്രമാണത്തെ പറ്റി അഗാധ പാണ്ഡിത്യമില്ലാത്ത ഒരുവന് ഈ ലേഖനം എഴുതുവാൻ അസാധ്യമാണ്. അങ്ങനെയെങ്കിൽ ഹില്ലേലിന്റെ കൊച്ചുമകനാകുന്ന ഗമാലിയലിന്റെ പാദപീഠത്തിലിരുന്ന് ന്യായപ്രമാണത്തിന്റെ എല്ലാ വസ്തുതകളും നന്നായി പഠിച്ച ധന്യനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ് എബ്രായ ലേഖനം. ഈ എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം അവൻ ഏറെ നല്ലത് എന്നുള്ള വിഷയമാണ്. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ പുരുഷൻ സകലത്തിലും എല്ലാത്തിലും ശ്രേഷ്ഠനാകുന്ന നസറായനാകുന്ന യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും പൗലോസ് തെളിയിക്കുക യേശു ക്രിസ്തുവാണ് സകലത്തിലും ശ്രേഷ്ഠൻ. നിങ്ങൾക്കറിയാം, അവൻ 1-ാം അധ്യായം മുതൽ അങ്ങോട്ട് പഠിച്ചാൽ, 1 അവൻ യേശു ക്രിസ്തു അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. 2 യേശു ക്രിസ്തു അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ. 3 യേശു ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠൻ. 4 യേശു ക്രിസ്തു യോശുവയേക്കാൾ ശ്രേഷ്ഠൻ.
5 യേശു ക്രിസ്തു ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ. 6 യേശു ക്രിസ്തു പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു ആമനെ മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു മൽക്കീസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠൻ. ഇന്ന് രാത്രി എല്ലാവരും ശ്രേഷ്ഠനാകുന്ന നസറേയനാകുന്ന യേശു ഈ രാത്രി നമ്മുടെ നടുവിലുണ്ട്. മോശയേക്കാൾ വലിയവൻ, ശലോമോനേക്കാൾ വലിയവൻ, ദൈവാലയത്തെക്കാൾ വലിയവൻ, സ്വർഗത്തേക്കാൾ വലിയവനാകുന്ന യേശു ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. മാറത്ത് പൊങ്കച്ച കെട്ടിയവനായി, ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശമുള്ള പ്രാണമുള്ളവനായി, 7 നക്ഷത്രം വലങ്കിൽ പിടിച്ച് നിലവിളക്കുന്ന നടുകിൽ വിളിയങ്ക് ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും ശ്രേഷ്ഠനാകുന്ന ഉന്നതനാകുന്ന നസറേയനാകുന്ന യേശു ക്രിസ്തു ഉന്നത ദൈവ നന്ദനുണ്ടെങ്കിൽ വന്നിതു കന്യകാലനായി. ഉന്നത ദൈവ നന്ദനുണ്ടെങ്കിൽ വന്നിതു കന്യകാലനായി. ഇന്നോളം വരെ വന്നിതുപോൽ വന്നവതാരം സ്തുലം. ഇന്നോളം വരെ വന്നിതുപോൽ വന്നവതാരം സ്തുലം. ലേശം കാണുന്നില്ല മനുജനിയം ലേശം കാണുന്നില്ല മരണമതിരുടയതിരനെ പ്രതിമാസം മരണമതിരുടയതിരനെ പ്രതിമാസം അപ്പോൾ എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. ഓർപ്പിച്ചല്ലോ, എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത്. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തു ശ്രേഷ്ഠൻ എന്ന് പൗലോസ് തെളിയിച്ചിരിക്കുക. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, നിങ്ങൾക്ക് ആ ഭാഗം അറിയാം. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏകയാഗത്താൽ സദാകാലത്തേക്കും പാപപരിഹാരം വരുത്തി യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കയറിപ്പോയിരിക്കുന്നു. ഏകയാഗത്താൽ സദാകാലത്തേക്കും പാപപരിഹാരം വരുത്തി അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നു. ആ 10-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള തിരുവെഴുത്തുകൾ വായിക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടെ യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിൽ ഒരു മഹാപുരോഹിതന് നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണനിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വരണം. അപ്പോൾ ഈ 10-ാം അധ്യായത്തിന്റെ 19 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ ഒരാഹ്വാനത്തോട് പറയുക, നിങ്ങൾ അടുത്ത് വരാൻ പറഞ്ഞു. അടുത്ത് വാ. ഈ അടുത്ത് വാ എന്ന് വിളിക്കണമെങ്കിൽ ഇവരിപ്പോ എവിടെ ഇരിക്കുക? ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം. അപ്പൊ ഇവരെ വിളിക്കുക, അടുത്ത് വരാൻ പറഞ്ഞു. അപ്പൊ അടുത്ത് വന്ന് ഇവരെ വിളിക്കുമ്പോൾ ഇപ്പൊ ഇവരെ ഈ പറയുമ്പോൾ എവിടെ ഇരിക്കുക? ദൂരത്തിരിക്കുക, അകന്നിരിക്കുക, മറുവശം. ഒരു കാലത്ത് ഇവർ ഈ സുവിശേഷത്തോടും സുവിശേഷ വേലയോടും ദൈവഭൃത്യന്മാരോടും ദൈവവേലയോടും ഒക്കെ വളരെ അടുത്ത് നിന്നവരാണ്. അതിന് 2 വാക്യമാ തെളിവ്.
ഒത്തിരി ഉണ്ട്. ഇപ്പൊ തെളിവിന്റെ 2 വാക്യം വായിച്ചു. നേരത്തെ ഇവർ ആരംഭകാലത്ത് വളരെ തീഷ്ണതയോടെ നിന്നവരാ. ആ 2 വാക്യം വായിച്ചു. 6-ാം അധ്യായത്തിന്റെ 9 മുതൽ വായിച്ചോ പാസ്റ്ററെ. 6-9 മുതൽ. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും പിന്നെ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ അവൻ അനീതിയുള്ള ഇവരെ ആരംഭകാലത്ത് ദൈവദാസന്മാരെയും ദൈവമക്കളെയും ദൈവവേലയും നന്നായി ബഹുമാനിച്ച് ശുശ്രൂഷിച്ചവരാണ്. ആരംഭകാലത്തുള്ള വിശ്വാസികളെല്ലാം അങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ ഇട്ടേച്ചായിരിക്കും സഭയുടെ ദൈവമക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത്. പക്ഷെ അവർക്ക് ആർക്കും ഒരു ദോഷം വന്നിട്ടില്ല. പിന്നെ ഇങ്ങനെ ഞാൻ പറയും, നല്ല മനസ്സോടാ ചെയ്തെങ്കിൽ ഒരു ദോഷവും വരികയില്ല. അന്നും ഗുരുക്കൊപ്പിച്ചാണെങ്കിൽ പിന്നെയും കടന്ന് കുരുങ്ങും. നല്ല മനസ്സോടാണെങ്കിൽ ഒരു കുഴപ്പം വന്നിട്ടില്ല, വരികയില്ല. അപ്പോൾ ആരംഭകാലത്ത് വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തീഷ്ണതയോടെ നിന്നവരാണ്. മാത്രമല്ല ഇപ്പം വായിച്ച 10-ാം അധ്യായത്തിന്റെ 32 ഒന്നുകൂടെ വായിച്ച ആരംഭകാലം എങ്ങനെ ആയിരുന്നു? എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം, എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ചെന്ന് പറഞ്ഞാൽ സത്യ വെളിച്ചമാകുന്ന സാക്ഷാൽ ദിവ്യ വെളിച്ചമാകുന്ന യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചെന്നാണ് അതിന്റെ അർത്ഥം. ഹൃദയത്തിന്റെ ഇരുള് മാറി, അവൻ ഭീതികൾ മാറി, ചിത്തപ്രമം മാറി, മനോഭീതി മാറി, സകല കെടുതികൾ മാറി. കാരണം യേശു ഉള്ളത്തിൽ വന്നു. സാക്ഷാൽ വെളിച്ചം യേശു ക്രിസ്തുവാ. അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടോ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാ. ഇന്ന് രാത്രി മനുഷ്യൻ വെളിച്ചം തേടി വെട്ടം തേടി നെട്ടോട്ടമോടുമ്പോൾ അവൻ യേശു ക്രിസ്തു ഉച്ചസ്ഥലം വിളിച്ചു പറയുകയാ, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം. സാക്ഷാൽ വെളിച്ചം യേശു. ഇരുൾ മൂടിയ നിന്റെ കുടുംബത്തെ,